ഹായ് അൻഷാദാണ്. എന്റെ ചങ്ങായിമാരും കൊണ്ട് വെറുതെ കോഴിക്കോട്ടങ്ങാടിക്ക് ഇറങ്ങിയതാണ്. ലുലു മാളിൽ നിന്ന് വേടം വരുന്നുണ്ട്. അപ്പൊ നോക്കുമ്പോ ഫുള്ള് കുട്ടികള്. ഞാൻ നൈസിലൊന്ന് ചൊറുക്കാൻ നോക്കി, പക്ഷെ ചങ്ങായി അപ്പത്തിന് തൂക്കി. അതോടെ ഇന്ത്യ ഫേസ് വാഷിന്റെയും കാര്യത്തിൽ തീരുമാനമായി. ഏതാ ലുക്കില്ലേ? ഇത് പിന്നെ ജിങ്കാൻ ഇറങ്ങിയപ്പോ തൊട്ടുള്ള പൊലിവാണ്. മൈൻഡ് ആക്കാന്നാ മതി. നമ്മള് കാര്യമായിട്ട് കോഴിക്കോട് പോണത് ഒരേ ഒരു കാര്യത്തിനാണ്. അതിന് ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾ തമ്മിൽ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്, നല്ല സ്നേഹമാണ്. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുമ്പോഴാണ് നമ്മളെ ചലഞ്ചിങ് സ്റ്റാർ മിഥുനണ്ണനെ കണ്ടത്. അമ്പോ, ഇൻഷാല്ല അടുത്ത പടത്തില് വിജയണ്ണന്റെ കൂടെ കാണാൻ പറ്റട്ടെ എന്ന് പറഞ്ഞാണ്ട് നമ്മളവിടെ നിന്ന് പോകുന്നു. ഒരു ഫോട്ടോ എടുക്കണേൽ ഒരിക്കാണ് പെങ്ങള് കാണുന്നത്. പെൺകുട്ടികളെ പോലും ഇങ്ങനെ ഒരുങ്ങൂല. എന്നാ പിന്നെ ബീച്ചിലൊക്കെ പോയി കുറച്ചേരം റിലാക്സ് ചെയ്യാന്നാണ് കരുതി. അല്ലെങ്കിൽ ഈ സമയത്ത് ബീച്ചിൽ വരുന്നത് പ്രത്യേക വൈബാ. അങ്ങനെ തേരാപ്പാറ നടക്കുമ്പോഴാണ് കുറച്ച് കുട്ടികളോട് ഫുട്ബോൾ കളിക്കണുണ്ട്. എടാ, നമുക്കൊരു മാച്ച് കളിച്ചാലോ? ചാലഞ്ച് പോലെ അക്സെപ്റ്റ് ആക്കിയ സ്ഥിതിക്ക് ഓലെ തോപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത പരിപാടി. ആദ്യം ഞങ്ങൾ കരുതിയത് ഇവരെ ഈസി ആയിട്ടാണ് തോപ്പിച്ച് പോരാന്നേനി. പക്ഷെ പിള്ളേര് സീൻ കളി. നമ്മളെ കാലിന്റെ ഇടയിൽ കൂടെയൊക്കെയാണ് ഓരോന്ന് പോണത്. പിടിച്ചിട്ട് കിട്ടണില്ല. പിന്നെ നമ്മളും കുറച്ച് ഗോളെല്ലാം അടിച്ച്. പിന്നെ ഫുൾ മന്തി അകത്തുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അധികം കളിക്കാനൊന്നും പറ്റില്ല. പിള്ളേർക്കാണെങ്കിൽ ഒടുക്കത്തെ സ്റ്റാമിന. എന്തായാലും ഇത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. എന്നിട്ട് തോറ്റോല് പറയണ സ്ഥിരം ഡയലോഗ് നമ്മളാണ് കാച്ചി. കളി തോറ്റപ്പോ എല്ലായിടത്തും പോയിങ്ങാണ്ട് നമ്മള് തോറ്റ വരാൻ കമന്റ് ബോക്സിൽ ഒന്ന് പറയരുത് എന്ന് പറഞ്ഞാണ്ട് എല്ലാരും ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്ത് അങ്ങ് വിട്ട്. എന്തായാലും ഇവലൊക്കെ നമ്മളെ ഇന്ത്യൻ സൂപ്പർ ലീഗിലും ഇന്ത്യ ടീമിലൊക്കെ എത്തട്ടെ എന്ന് നമ്മള് ആഗ്രഹിക്കുന്നുണ്ട്. ജയിച്ചോൽക്ക് മാത്രമല്ല തോറ്റോൽക്കും ഹാൻഡ് ഷേക്ക് വേണമെന്ന് പറഞ്ഞിട്ടാ ഒരു ടീം അങ്ങനെ. ഏതായാലും നനഞ്ഞു. എന്നാ പിന്നെ കുളിച്ച് കയറാന്ന് കരുതി നേരെ ബീച്ച് കണ്ടിറങ്ങി. ഇത് ഇപ്പാന്റെ പുതിയ ചെരുപ്പാണ്. പോയാ കോഴിക്കോടിന്റെ പൂതിയാണ് മാറ്റി തരും. എന്തൊക്കെ പറഞ്ഞാലും ചെങ്ങൈമാരും ഫുട്ബോളും അതൊരു പ്രത്യേക കോമ്പിനേഷൻ തന്നെ അല്ലേ?